സമ്പാദിക്കുകയും കൂട്ടത്തിൽ വീട് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം സ്ത്രീകളെന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള സത്യമാണ്. പക്ഷേ നമുക്കറിയാം, ഈ പ്രൊഫഷണലും പേഴ്സണൽ ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് സ്ട്രെസ് ഉള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള 2 അഭിപ്രായങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം. അതായത് ഒരു ഫാമിലിയിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ വീട്ടിലുള്ള സമയത്ത് അവർക്ക് എല്ലാവർക്കും നമ്മൾ ഈ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. നമ്മൾ ഓഫീസിൽ മാത്രം ഒരു നല്ല മാനേജർ ആയാൽ പോരാ, നമ്മൾ വീട്ടിലും ആവണം. പണി എടുക്കാൻ അറിഞ്ഞാൽ പോരാ, പണി എടുപ്പിക്കാനും നമുക്ക് അറിയണം. അപ്പൊ അത് ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും ചെറിയൊരു കാര്യം, അതായത് കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ പലപ്പോഴും ഞാൻ കാണുന്നത് കുട്ടികളെക്കാളും സ്ട്രെസ് അമ്മമാർ കാണും. ഓക്കെ, അവര് പഠിച്ചാൽ അവർക്ക് നല്ലതെന്നുള്ളതെങ്കിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ അല്ലേ. അപ്പൊ ഇതുപോലെ ഡെലിഗേഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് പോയിന്റ്, നമ്മൾ കരിയറിൽ തുടക്കത്തിലൊക്കെ ചെറിയ പ്രായത്തിൽ നമുക്ക് പല ബ്രേക്സും വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. പക്ഷെ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നമ്മൾ നിന്ന് മുന്നോട്ട് പോയി നമ്മൾ കരിയറിൽ നല്ല സക്സസ്ഫുൾ ആയി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ സമ്പാദിക്കുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അസിസ്റ്റൻസിന് എംപ്ലോയി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിത് ഓഫീസിലായാലും ശരി, നമ്മൾ വീട്ടിലായാലും ശരി, നമുക്ക് വർക്ക് അവരെ ഏൽപ്പിച്ച് നമുക്ക് അവരെ ഒരു ഓവർസീ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയാൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. അപ്പൊ നമ്മൾ ഓഫീസ് വർക്കും വീട്ടുജോലിയും മാത്രമല്ലാതെ നമ്മളുടേതായിട്ടുള്ള ഒരു സമയം എങ്ങനെയായാലും നമ്മൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനും, എൻ്റെ ഹെൽത്തിനെ നോക്കാനും, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനും, അങ്ങനെയുള്ള നമുക്ക് പറ്റിയ നമ്മുടെ വേവ് ലെങ്ത്തിലുള്ള ഒരു ഗ്രൂപ്പ്സ് കൂടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യാനും, ഇതിനൊക്കെ തന്നെ നമ്മൾ കൂട്ടത്തിൽ സമയം കണ്ടു പോവുക തന്നെ വേണം. പ്രായമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട ഒരു കാര്യങ്ങളല്ല ഇത്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഒരു സൂപ്പർ വുമൺ ആവാനുള്ള ഒരു ട്രാപ്പിൽ വീഴരുത്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്താലേ നന്നാവുള്ളൂ എന്നുള്ളൊരു തോന്നൽ ആദ്യം മാറ്റി വെക്കണം. മറ്റുള്ളവരെ പണി എടുപ്പിക്കാനും നമ്മൾ പഠിച്ചാൽ മാത്രമേ ഇതെല്ലാം കൂടെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ.